നീ വലിയ സാമർഥ്യക്കാരിയാണെന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യമുള്ളത്? ഒടുവിലെ വസ്ത്രാക്ഷേപം നടത്തിയതുപോലെ നാണം കെട്ടു പോയില്ലേ? ഇതിനുവേണ്ടി എന്തൊക്കെ ബുദ്ധിമുട്ടുള്ള സഹിച്ചെന്ന് അറിയോ നിനക്ക്? കിച്ചന്റെ രോഗിയായ അമ്മയെ മണിക്കൂറുകളോളം തടഞ്ഞു വെച്ചു. ആ സ്ത്രീ തട്ടിപ്പോണ്ടതായിരുന്നു. അവരെ കൊണ്ടാ സത്യം പറയിപ്പിച്ചപ്പോ 2 ദിവസമാണ് കടന്നുപോയത്. വീഡിയോ ഷൂട്ട് ചെയ്തതും കവിത തന്നെയാണോ? അത് ഞാൻ തന്നെ ചെയ്ത്. ഇങ്ങനൊരു വിലപ്പെട്ട വിവരം കിട്ടിയിട്ടും അത് ഫോണിൽ തന്നെ കൊണ്ടു നടക്കാതെ അതിന്റെ ഒരു കോപ്പി ലാപ്പിലോ പെൻഡ്രൈവിലോ സൂക്ഷിക്കേണ്ടതായിരുന്നു. അതെനിക്ക് പോലും അയച്ചു തരാൻ കവിത മനസ്സ് കാണിക്കണ്ടേ? ഒന്നിനെയും കവിതയ്ക്ക് വിശ്വാസമില്ല. എല്ലാ അവസാന നിമിഷം തന്റേത് മാത്രമാക്കണം. അതിനുവേണ്ടി ഏത് പക്ഷത്തും തരാതരം പോലെ നീ നിൽക്കും. ചതിച്ചിട്ടാണെങ്കിലും വഞ്ചിച്ചിട്ടാണെങ്കിലും ഫൈനൽ റൗണ്ടിൽ ജയിക്കണം. കവിതയുടെ ഈ സ്വഭാവമൊക്കെ ഇവിടെ വന്നിറങ്ങിയ നിമിഷം മുതൽ ഞാൻ മനസ്സിലാക്കിയതാ. ഗൗരി, സത്യത്തിൽ ഇങ്ങനെ ഒരു പണി കിട്ടുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയല്ല. ആ വീഡിയോയ്ക്ക് വേണ്ടി സഞ്ജു ഓഫീസ് ബോയ് വരെ എൻ്റെ അടുത്തേക്ക് അയച്ചതാ. കവിതയൊന്ന് ഓർത്തു നോക്ക് എന്താ സംഭവിച്ചെന്ന്. അത് അറിയാതെ ഡിലീറ്റ് ആയി പോയതാവില്ല. ഉച്ചയൂണ് കഴിഞ്ഞ് മയങ്ങിപ്പോയ കാര്യം നീ പറഞ്ഞിരുന്നല്ലോ. അതെ, ആ പയ്യൻ തന്നെ ലഞ്ച് കൊണ്ടുവന്നേ. ചതി നടന്നത് അവിടെയാ. പിന്നീട് ഞാൻ അറിഞ്ഞത് ഓഫീസിൽ ലച്ചുവും ദിനേശനും വന്നിരുന്നു. ഊണ് ക്യാൻറ്റീനിൽ നിന്ന് കൊണ്ടുവന്നതല്ലായിരുന്നു. എന്തായാലും ബാക്കപ്പ് പോലും ഇല്ലാതെ വീഡിയോകൾ മുഴുവൻ കയ്യിന്ന് പോയല്ലോ. സഞ്ജു തന്നെയാ ലച്ചുന്റെ കഴുത്തിൽ താലി കെട്ടിയെന്നുള്ള സത്യം ഇനി വിശ്വസിക്കാമല്ലോ. അതൊരു വലിയ കാര്യമായിട്ടാണോ നീ കാണുന്നത്? എനിക്ക് ആ സത്യം നേരത്തെ അറിയായിരുന്നു. ഗൗരി എന്താ പറഞ്ഞേ? ഞാൻ പറഞ്ഞത് സത്യം. ഏട്ടനും അത് അന്വേഷിച്ചറിഞ്ഞ കാര്യമല്ലേ? ഗൗരി പറയുന്ന സത്യമാണെങ്കിൽ നിങ്ങൾ എന്താ അത് എന്നോട് പറയാതിരുന്നേ? എല്ലാവരും സത്യം അറിഞ്ഞിട്ടും എന്നെ പറ്റിച്ചത് എന്തിനാ? പറ. ഞാൻ ഓരോ സംശയങ്ങളുമായി വരുമ്പോഴും നിങ്ങൾ എന്നെ നിരുത്സാഹപ്പെടുത്തിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോഴും സഞ്ജു ലച്ചും തമ്മിൽ ഒരു ബന്ധവും ഇല്ലാന്നേ സ്ഥാപിച്ചിട്ടുള്ളൂ. ഗൗരി, ഇതിന് മറുപടി പറയണം. ഞാനത് നിന്നോട് പറയാൻ എന്തിനു മടിക്കണം? സഞ്ജനയുടെ പിടിവാശി സാധിച്ചു കൊടുക്കാതെ എനിക്ക് വേറെ നിവൃത്തിയില്ലെന്ന് വന്നു. സഞ്ജു ലച്ചുവിനെ താലി കെട്ടിയതൊന്നുമല്ല എനിക്ക് വലിയ വിഷയം. എന്റെ ശത്രുക്കളിൽ ഒരാളെ എന്റെ മകൾ പ്രണയിച്ചു പോയതാ എന്നെയും ഞെട്ടിച്ചു കളഞ്ഞത്. അപ്പോ സഞ്ജനയ്ക്ക് ഈ വിവരം അറിയാമോ? അവൾക്കും അറിയാം. അന്ന് ആ കല്യാണം നടന്നിരുന്നെങ്കിൽ ലച്ചു ഇന്ന് ജീവനോടെ ഉണ്ടാവില്ലായിരുന്നു. ഇനി അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എല്ലാം തനിക്ക് മാത്രം മതി എന്ന അത്യാഗ്രഹം കവിത ഇനിയെങ്കിലും ഒന്ന് അവസാനിപ്പിക്ക്. കൂടെ നിൽക്കുന്നവരെ കൂടി വിശ്വസിക്കാൻ ശ്രമിക്ക്. എന്നാൽ ഇനിയുള്ള കാര്യങ്ങൾക്ക് ഞാൻ നിന്റെ കൂടെ ഉണ്ടാവും. മുത്തശ്ശി ഇവിടെ വന്നിരിക്കായിരുന്നോ? ഇത് ചായ. അതവിടെ വച്ചേക്ക്. ചായ കുടിക്കും മുത്തശ്ശി. അവിടെ വച്ചേക്കാനല്ലേ പറഞ്ഞത്?
മുത്തശ്ശിക്ക് എന്നോടുള്ള പിണക്കം ഇതുവരെ മാറിയില്ല അല്ലേ? എന്താ മുത്തശ്ശി ഒന്നും മിണ്ടാത്തെ? മുത്തശ്ശിക്ക് ഇപ്പോഴും എന്നോട് ദേഷ്യാണോ? എനിക്ക് പഴയ ഓർമ്മകൾ ഇല്ലാതിരുന്ന സമയത്ത് ഞാൻ അറിയാതെ ചെയ്ത തെറ്റുകളല്ലേ അതെല്ലാം. അതൊക്കെ ഓർക്കുമ്പോ എനിക്കിപ്പോ വലിയ വിഷമമുണ്ട്. അതൊക്കെ ഒന്ന് ക്ഷമിച്ചൂടെ മുത്തശ്ശിക്ക്? മുത്തശ്ശി തന്നെ ഒന്ന് ഓർത്തു നോക്കി, ഞാൻ മുന്നേ അങ്ങനെ ഒരാളായിരുന്നോ? അല്ലല്ലോ. ഇവിടെ മുത്തശ്ശിക്കോ മറ്റാർക്കെങ്കിലും ദോഷം വരുന്ന എന്തെങ്കിലും ഒരു കാര്യം ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ടോ? ഞാൻ എല്ലാവരെയും സ്നേഹിച്ചിട്ടല്ലേ ഉള്ളൂ. അങ്ങനെയല്ലെന്ന് മുത്തശ്ശിക്ക് പറയാൻ പറ്റുമോ? ഇനി എന്നെ പഴയ അമ്മുവായി മുത്തശ്ശിക്ക് കാണാൻ കഴിയില്ലേ? പറയും മുത്തശ്ശി, എന്നെ പഴയ അമ്മുവായി സ്നേഹിക്കാൻ കഴിയില്ലേ മുത്തശ്ശി? സഞ്ജുവിന്റെ ശ്രീകുട്ടിയുടെയും ജീവിതത്തെ ഓർത്ത് ഞാൻ നിന്നെ ഒരുപാട് വഴക്ക് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോ അമ്മൂനെ എനിക്ക് ശരിക്കും മനസ്സിലാവുന്നുണ്ട്. എന്തായാലും കാര്യങ്ങൾ മനസ്സിലാവുന്ന തരത്തിൽ നീ പഴയ അമ്മു ആയല്ലോ, അത് നന്നായി. പക്ഷേ സഞ്ജുവിന്റെ സ്വാതിയുടെയും കാര്യത്തിൽ എനിക്കിപ്പോഴും സന്തോഷിക്കാനാവുന്നില്ല മോളെ. അവരുടെ വിവാഹം കഴിഞ്ഞിട്ട് എത്ര നാളായി? ഇതുവരെ സഞ്ജുവിനും സ്വാതിക്കും ഭാര്യ ഭർത്താക്കന്മാരായി ജീവിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഒടുവിൽ ഞാനത് സ്വാതിയോട് ചോദിച്ചു. അപ്പൊ അവള് പറയുന്നത് വിചിത്രമായൊരു കാര്യ. അമ്മൂന് ആ പഴയ ഓർമ്മകൾ തിരിച്ചു കിട്ടിയിട്ട് മാത്രമേ അങ്ങനെ ഒരു ബന്ധമുള്ളൂ എന്നാ അവള് പറഞ്ഞിരുന്നത്. അത് സ്വാതിയുടെ മാത്രമല്ല, സഞ്ജുവിന്റെയും കൂടി തീരുമാനമായിരുന്നെന്നാ അവള് പറഞ്ഞത്. എന്റെ കുട്ടികൾക്കൊരു ജീവിതം വേണ്ടേ? അതോർക്കുമ്പോ എനിക്ക് വല്ലാത്ത വിഷമം തോന്നുക. നിന്നെ സ്വാതി അത്രയ്ക്ക് സ്നേഹിക്കുന്നുണ്ട് മോളെ. നിന്റെ നഷ്ടപ്പെട്ട ഓർമ്മകൾ തിരിച്ചു കിട്ടി. പക്ഷെ ഇപ്പോഴും ലച്ചുവിന്റെ കഴുത്തിൽ താലി കെട്ടിയ ആളെ അന്വേഷിച്ചു നടക്കുക. ആ ആളെ കണ്ടെത്തി നിനക്കൊരു ജീവിതം ഉണ്ടാക്കാൻ ശ്രമിക്കുക സ്വാതി. അവര് രണ്ടാളുടെയും ജീവിതം ഇങ്ങനെ പോയാൽ എന്താ ചെയ്യ? അവർക്കൊരു കുഞ്ഞ് ജനിച്ച് അതിനെ ലാളിക്കാൻ എനിക്ക് മോഹമുണ്ട്. പക്ഷെ എന്ത് ചെയ്യാനാ? അപ്പോ ഇതെല്ലാം ഓർത്താ മുത്തശ്ശിക്ക് ഇപ്പോഴും എന്നോട് ദേഷ്യമല്ലേ? എല്ലാത്തിനും കാരണം ഞാനാണല്ലേ? ഞാൻ എന്തിനാ ഉള്ള കാര്യം മറച്ചു വെക്കുന്നേ? നീ പറഞ്ഞത് ശരിയാ. ആ നീരസ് എനിക്ക് നിന്നോടുണ്ട്. നീ പറഞ്ഞ സഞ്ജു സ്വാതിയും കേൾക്കും. ഒന്ന് ഒരുമിച്ച് നല്ലൊരു കുടുംബജീവിതം തുടങ്ങാൻ നീ അവരെ ഒന്ന് ഉപദേശിക്കണം. ശരി മുത്തശ്ശി. മുത്തശ്ശിയുടെ ആഗ്രഹം പോലെ അവര് രണ്ടാൾക്കൊരു കുടുംബജീവിതം ഉണ്ടാവും. അതിന് വേണ്ടത് ഞാൻ ചെയ്യും. ഞാൻ അതാ പറഞ്ഞത്. നീ ഒന്ന് ഉപദേശിച്ച രണ്ടാളും കേൾക്കും. ഉപദേശിക്കല്ല, അതിന് വേണ്ടത് ചിലത് ചെയ്യാനുണ്ട്. എന്താണ്? ഞാനൊന്നും കേക്കട്ടെ. ശ്രീകുട്ടി ചേച്ചിക്കും അദ്ദേഹത്തിനും മുത്തശ്ശിക്കും മുത്തശ്ശനും അമ്മയ്ക്കുമെല്ലാം സന്തോഷമുള്ളൊരു കാര്യം ഞാൻ ചെയ്യാൻ പോവാ. എന്താന്നൊന്ന് പറ മോളെ. ഒക്കെ പറയാം മുത്തശ്ശി. ആദ്യം അതിന് വേണ്ടത് ചിലത് ചെയ്യാനുണ്ട്. അതിനായി ഞാൻ ഇപ്പൊ തന്നെ പോവാ.
ലച്ചുവോ? ഇങ്ങോട്ട് കണ്ടിട്ട് കുറച്ചു നാളായല്ലോ. വാ ഇരിക്കെ. ആ പറഞ്ഞോളൂ. ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ ശാസ്ത്രികൾക്ക് അറിവുള്ളതാണ്. ചേച്ചിയുടെ അദ്ദേഹത്തിന്റെ വിവാഹം കഴിഞ്ഞതു മുതൽ ഞാൻ കാരണം അവരുടെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതോർത്ത് ലച്ചു വിഷമിക്കേണ്ട കാര്യമില്ല. എല്ലാം പെരുവണ്ണാമൂർത്തമ്മയുടെ പരീക്ഷണമായി കരുതിയെത്തിയിരുന്നതേ ഉള്ളൂ. താലി കെട്ടിയ പുരുഷനെ ഭർത്താവായി കാണാൻ ലച്ചുവിന് ദേവി ഒരു നിമിത്തം ഉണ്ടാക്കി. പക്ഷെ എനിക്കത് സന്തോഷം തരുന്ന കാര്യമല്ലാന്ന് ശാസ്ത്രികൾക്ക് അറിയുന്ന കാര്യല്ലേ? അറിയാം, ലച്ചുവിന്റെ നിയോഗം എനിക്ക് നന്നായിട്ടറിയാം. അല്ല, എന്താ ഇപ്പൊ തനിച്ചെന്നെ കാണാൻ വന്നത്? മടിക്കണ്ട, പറഞ്ഞോളൂ. അത് ചേച്ചിയുടെ അദ്ദേഹത്തിന്റെ വിവാഹം കഴിഞ്ഞിട്ട് ഇതുവരെ അവരൊന്നിച്ച് ജീവിച്ചു തുടങ്ങിയിട്ടില്ല. എന്റെ ഭർത്താവിനെ കണ്ടെത്തിയിട്ട് മതി ഒന്നിച്ചൊരു ജീവിതം ചേച്ചിയുടെ നിലപാട്. അത് എന്നോടുള്ള സ്നേഹക്കൂടുതലുകൊണ്ടാ. അവരൊന്നിച്ച് ജീവിച്ച് കാണാത്തതിന്റെ വിഷമം വീട്ടിലെല്ലാവർക്കും ഉണ്ട്. അവരുടെ വിഷമം എനിക്ക് മാറ്റണം. വിവാഹം കഴിഞ്ഞ് കുറേ ദിവസങ്ങളായി. എന്തെങ്കിലും തടസ്സങ്ങൾ കാരണമാണോ അത് നീണ്ടുപോകുന്നതെന്ന് എനിക്കിപ്പോ സംശയമുണ്ട്. ശാസ്ത്രികൾക്ക് അവരുടെ ജാതകം അറിയാവുന്നതല്ലേ? അത് വെച്ചൊന്ന് നോക്കി ശാന്തി മുഹൂർത്തത്തിന് ഒരു സമയം കുറിച്ചു തരണം. രണ്ടുപേരുടെയും ഗ്രഹനില വെച്ച് ഞാനൊന്ന് നോക്കട്ടെ. അങ്ങനെ തടസ്സങ്ങളൊന്നും വരാനായിട്ട് സാധ്യതയില്ല. ഗ്രഹനിലകൾ ഇവിടെ ഉണ്ട്, ഞാൻ നോക്കട്ടെ. ഒരു തടസ്സവും ജാതകവശാൽ ഞാൻ കാണുന്നില്ല. അങ്ങനൊരു പേടി ലച്ചുവിന് വേണ്ട. ഇന്ന് രാത്രി 11 മണിക്ക് ശേഷം ശാന്തി മുഹൂർത്തത്തിന് നല്ലൊരു സമയം കാണുന്നുണ്ട്. ഞാനത് കുറിച്ചോട്ടെ? ശാസ്ത്രികള് ആ മുഹൂർത്തം കുറിച്ചോളൂ. ആ, ഇത് ശ്രീദേവിയുടെ കയ്യിൽ ഏൽപ്പിക്കാം. അങ്ങനെ ചെയ്യാം. ഇനി എന്താ ഒരു ആലോചന? അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പ്രതിബന്ധങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അത് ഞാൻ കാരണമായിരിക്കും. അതല്ലാതെ അവരുടെ രണ്ടുപേരുടെയും പരസ്പര വിശ്വാസം തകർക്കാൻ പോകുന്ന മറ്റൊന്നുമില്ല. അങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കാൻ എന്താ ചെയ്യേണ്ടതെന്ന് ശാസ്ത്രികള് ഒന്ന് പറഞ്ഞു തരാമോ? കുട്ടി എൻ്റെ കൂടെ വരും.
भजतां कल्पवृक्षाय नमतां कामधेनवे। അമ്മയോട് കുട്ടിയുടെ സങ്കടങ്ങളെല്ലാം പറഞ്ഞോളൂ. ഒരു ദോഷവും വരുത്തി വെക്കാതെ ദേവി തുണയായി കൂടെ ഉണ്ടാവും. യാ ദേവി സർവഭൂതേഷു മാതൃരൂപേണ സംസ്ഥിത നമസ്തസ്യേ 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 നമോ നമഃ. അമ്മേ, ചേച്ചിയുടെ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും നൽകി അനുഗ്രഹിക്കണേ. ഒരിക്കലും അവർക്കിടയിൽ വിശ്വാസക്കുറവോ സ്വരച്ചേർച്ചയോ ഉണ്ടാവരുതേ. സാർ എല്ലാം ഓക്കെ അല്ലേ? എല്ലാം ഓക്കെയാണ് സാർ. ആ മംഗലശ്ശേരി ബിസിനസ് ഗ്രൂപ്പിന് ഇന്ന് സന്തോഷത്തിന്റെ ദിവസമാണ്. നമ്മുടെ ഈ കമ്പനിക്ക് ഇന്ന് 300 കോടി രൂപയുടെ ഒരു വലിയ പ്രോജക്റ്റാണ് കിട്ടിയിരിക്കുന്നത്. ആ സന്തോഷം എന്റെ എല്ലാ സഹപ്രവർത്തകരുമായി ഞാനിപ്പോ പങ്കുവയ്ക്കുക. ഈ വലിയ പ്രോജക്റ്റ് നമ്മൾ എല്ലാവരും കൂടി ഭംഗിയായിട്ട് പൂർത്തിയാക്കുമ്പോൾ ഞാൻ നിങ്ങൾക്കൊരു ഓഫർ കൂടി തരിക. കോടിയുടെ പ്രോജക്റ്റിന്റെ ലാഭവിഹിതത്തിൽ നിന്ന് 50% തുക നമ്മുടെ സ്റ്റാഫിനെല്ലാം വീതിച്ചു നൽകാനാണ് കമ്പനി ഡയറക്ടർ ബോർഡിന്റെ പുതിയ തീരുമാനം. വൗ, സൂപ്പർ. എന്തായാലും അത് നല്ല തീരുമാനമാണ് സർ. US കമ്പനിയുടെ ഈ പ്രോജക്റ്റ് നമുക്ക് കിട്ടിയത് സത്യത്തിൽ സാദി മേഡം സഞ്ജു സാറിന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നതിന്റെ ഭാഗ്യമായിട്ടാണെന്നാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും തോന്നുന്നത്. സ്വാതി മേഡത്തിന്റെ ഭാഗ്യം തന്നെ ഈ വലിയ പ്രോജക്റ്റ്. അതെ അതെ. അപ്പൊ ആദ്യം നമ്മൾ കേക്ക് കട്ട് ചെയ്യുന്നു. ഓക്കെ. പിന്നെ ഒരു ബൊഫേ പാർട്ടി റെസ്റ്റോറന്റിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നമുക്ക് എല്ലാവർക്കും കൂടി ഈ സന്തോഷ നിമിഷം ഒന്നിച്ചങ്ങ് ആഘോഷിക്കാം. എന്താ? തീർച്ചയായും.
300 കോടിയുടെ പ്രോജക്റ്റ്, ലാഭവിഹിതം എല്ലാ സ്റ്റാഫിനും. നടന്നത് തന്നെ. ഞാനത് റെഡിയാക്കി തരുന്നുണ്ട്, നോക്കിക്കോ.